ആശ്വാസകരമായ വാർത്ത വരുന്നു എന്നാണ് തോന്നുന്നത്. ഗൂഗിൾ തുടരുക. നമ്മുടെ പ്രാദേശിക ലേഖകൻ ബൽറാം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ബൽറാം, രക്ഷപ്പെടുത്തിയ കുട്ടികളെ? ഇത് ചിറ്റൂർ നറണി ഭാഗത്ത്, ചിറ്റൂർ പുഴയുടെ നറണി ഭാഗത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 12 മണിയോടുകൂടിയായിരുന്നു. 3 കുട്ടികളുണ്ടായിരുന്നു മൊത്തം പുഴയുടെ പുഴയുടെ നടുഭാഗത്തായിട്ട്. അതിൽ ഒരു കുട്ടിയെ നേരത്തെ നമ്മൾ അരമണിക്കൂർ മുമ്പ് കരയ്ക്ക് എത്തിച്ചു. ബാക്കി 2 കുട്ടികളെ ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നമുക്ക് സ്ഥിരീകരിക്കാം. കാരണം നേരത്തെ 2 കുട്ടികളെ കരയ്ക്കെത്തിക്കാൻ വൈകിയതിന് കാരണം പുഴയുടെ വെള്ളത്തിന്റെ ശക്തി കൂടുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 പേരെയും തിരിച്ച് സുരക്ഷയോടുകൂടി കരയ്ക്കെത്തിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ എങ്ങനെയാണ് അവിടേക്ക് എത്തപ്പെടുന്നത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ചോദിക്കുന്നതേ ഉള്ളൂ. അതിന്റെ വിശദാംശത്തിലേക്ക് പിന്നീട് പറയാനേ കഴിയത്തുള്ളൂ. കുട്ടികളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നതേ ഉള്ളൂ. ശരി ബൽറാം, എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. 3 കുട്ടികൾ അകപ്പെട്ടു, ഒരാളെ രക്ഷപ്പെടുത്തി. ചിറ്റൂർ പുഴ അങ്ങനെ അപകടകരമാം വിധം ഒഴുകുന്ന ഒരു സാഹചര്യത്തിലാണ് 2 പേരെ അവിടെ അകപ്പെട്ടു പോയ വിവരം അറിയുന്നത്. പിന്നീട് ഫയർഫോഴ്സൊക്കെ എത്തി അവരെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ 2-3 ദിവസം മുൻപും സമാനമായ സാഹചര്യത്തിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു, കുത്തി ഒഴുകുന്ന സമയത്തും ഇങ്ങനെ ആളുകൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. അവരോടൊക്കെ, നമ്മൾ ഈ പ്രദേശത്തേക്ക് എത്തുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, പുഴകളോടൊക്കെ നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നവരാണെങ്കിലും ഏത് സമയത്തായിരിക്കും അതിൻ്റെ സ്വഭാവം മാറുക എന്ന് പറയാൻ കഴിയില്ല. പ്രകൃതിയിൽ മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മഴയും ഒക്കെ ഈ വെള്ളം രൂക്ഷമായി തന്നെ കുത്തി ഒഴുകാൻ സാധ്യതയുണ്ട്.